ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു പച്ചക്കറി റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പം ഞാനിതാ ഇവിടെ കറി വെക്കാനുള്ള വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുരിങ്ങക്കായ, തക്കാളി, പച്ചമുളക്, ഉരുളക്കിഴങ്ങ്, വലിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, കറിവേപ്പില, പിന്നെ അരവിന് ആവശ്യമായിട്ടുള്ള കുറച്ച് തേങ്ങയും കൂടെ വേണം കേട്ടോ. അപ്പം ഞാൻ ഇതൊരു പാത്രം ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് തക്കാളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 2-3 പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഇട്ട് കൊടുക്കാം. ഇതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. മുരിങ്ങക്ക കട്ട് ചെയ്തതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യമായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ വേണ്ടത് കുറച്ച് മുളക് പൊടി, കുറച്ച് പെരിഞ്ജീരകപ്പൊടി. ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓണാക്കാം. ഈ പാത്രം ഒന്ന് മൂടി വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചിട്ട് വരാം. അപ്പം ഞാനിതാ കറിയിലേക്ക് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പെരിഞ്ജീരകവും കുറച്ച് ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അരയാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളവും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കറി വേവായിട്ടുണ്ടോ എന്ന് തുറന്ന് നോക്കാം കേട്ടോ. കറി ഇവിടെ നന്നായിട്ട് തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് തേങ്ങ ഒഴിച്ച് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. തേങ്ങ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കറി ഒന്ന് വറവിട്ട് കൊടുക്കണം. അതിനു വേണ്ടി ഞാനിത് പാത്രം ഇവിടെ നിന്ന് മാറ്റുകയാണ്. വറവിടാനായിട്ട് ഞാനിത് ഇവിടെ ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ മുരിങ്ങക്കായുടെ കറി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും കാണാം. ബൈ.